ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമികയെക്കുറിച്ച് സത്യങ്ങൾ വെളിപ്പെടുത്താൻ ദേവയാനിയുടെ മുന്നിലോട്ട് അവൾ എത്തണം കേട്ടോ. അതായത് ദേവയാനിയുടെ കൂട്ടുകാരി തന്നെ വരികയാണ്. ദേവയാനിയുടെ കൂട്ടുകാരിയുടെ മകൻ്റെ കല്യാണമാണ്. അപ്പോൾ ദേവയാനിക്ക് എയർപോർട്ടിൽ ഇറങ്ങിയ ഉടൻ തന്നെ ദേവയാനിക്ക് അവൾ വിളിക്കണം കേട്ടോ. എടോ, ഞാൻ എത്തിയിരിക്കുന്നു എന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം സിത്താര എത്തുന്ന സന്തോഷത്തിൽ ദേവയാനി എന്താണെന്ന് പറയേണ്ടതെന്ന് അറിയില്ല. അത്രയും സന്തോഷവതിയാണ് കേട്ടോ. അങ്ങനെ ദേവയാനി വീട്ടിൽ വന്ന് നയനോട് പറയാണ്, ദേ നീ നല്ലൊരു ഭക്ഷണം തന്നെ തയ്യാറാക്കണം, എൻ്റെ കൂട്ടുകാരി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന അനാമികക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്ത് പറഞ്ഞാലും അവിടെ ചെന്ന് പറയുന്നല്ലോ, അത് കേൾക്കുമ്പോൾ തനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കേട്ടോ. ഇതേ സമയം അനാമിക വന്നിട്ട് ദേവയാനിയോട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നയന മനഃപൂർവ്വം അമ്മേ ആ ഭക്ഷണം വലിയമ്മേ ആ ഭക്ഷണമൊക്കെ കേടുവരുത്തുമോ എന്ന് പറയാൻ കഴിയില്ല എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ അതവൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്നേക്കുമായ ഒരു തിരിച്ചടി ഞാൻ കൊടുത്തിരിക്കും എന്ന് പറയണം. ഇത് കേട്ട അനാമിക പറയും, അല്ല വലിയമ്മേ, നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം ഏൽപ്പിച്ചാൽ പോരെ, എന്തിനാണ് അവളെ പോലെ ഒരുത്തി ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ വലിയൊരു സത്യം തന്നെ ജാനകിക്ക് മുന്നിലും അതുപോലെ ഈ അനാമികക്ക് മുന്നിലും ദേവയാനി വെളിപ്പെടുത്തുന്നത് കേട്ടോ. നയനയുടെ ഭക്ഷണം കാര്യം എന്ത് പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണം എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ എൻ്റെ കൂട്ടുകാരി സിത്താര എന്ന് പറയുന്നവൾ അവളൊരു ഭക്ഷണപ്രേമിയാണ്. കാനഡയിലായതുകൊണ്ട് തന്നെ ഇപ്പോൾ നാട്ടുപുറത്തെ ഭക്ഷണം കഴിക്കാനായിരിക്കും അവൾക്ക് താല്പര്യം. അതുകൊണ്ട് തന്നെ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കാനും നാട്ടുപുറത്തെ രീതിയിലുള്ള ആ രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ നയനെ കൊണ്ട് കഴിയും എന്ന് പറഞ്ഞ് സിത്താര അങ്ങ് പോകുമ്പോൾ ജാനകി അത് കണ്ടിങ്ങനെ ചിരിച്ച് നിൽക്കണം കേട്ടോ. ഇതേ സമയം ഇവരുടെ മുഖത്തും ഉണ്ടല്ലോ ആ ഒരു സന്തോഷം എന്നിങ്ങനെ പറഞ്ഞു നിൽക്കും എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ച് നിന്നിട്ട് അവിടെ ജാനകിയോട് പറയുന്നത്, ഇത് കണ്ടമ്മേ വല്യമ്മയുടെ സ്വഭാവത്തിൽ ചെറിയൊക്കെ മാറ്റം വരുന്ന നയനയെ അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവിടെ പെട്ടെന്ന് ചിരിച്ചു നിൽക്കുന്ന ജാനകി, എൻ്റെ മരുമകൾ പറഞ്ഞത് ശരിയാണല്ലോ, ഇപ്പോൾ ദേവയാനിക്ക് ചെറിയൊരു മാറ്റമൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന് ജാനകിക്കുള്ളിലും തോന്നുകയാണ് കേട്ടോ. അങ്ങനെ ജാനകിയും വല്ലാതെ അങ്ങ് പേടിക്കുന്നു. പിന്നീട് കുറച്ച് കഴിയുമ്പോഴേക്കും ദേവയാനിയുടെ കൂട്ടുകാരി എത്താണ്. അങ്ങനെ ദേവയാനി ഓടിച്ചെല്ലാണ് സിതാരയെ കാണാൻ. ദേവ എന്നൊക്കെ പറഞ്ഞ് അവരുടെ ആ കെട്ടിപ്പിടുത്തവും ആ സംസാരമൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ഈ സമയം നയനയാണെങ്കിലോ പാചകമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടാവും. എന്നാൽ ഈ സമയം സ്വീകരിക്കാനായി അനാമികയും ജാനകിയും ദേവയാനിയൊക്കെ എത്തട്ടാ. അപ്പോൾ ഇതേ സമയം അനാമികയെ കണ്ടവിടെ തന്നെ സിത്താരയുടെ ഉള്ളിൽ പല സംശയങ്ങളും തോന്നി തുടങ്ങിയിട്ടോ. ഈശ്വര, ഈ കുട്ടിയെ എവിടെ വെച്ച് കണ്ടു മറന്നതുപോലെ എവിടെയാണെന്ന് ഓർമ്മയിൽ വരുന്നില്ലല്ലോ എന്നിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഉടൻ തന്നെ ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താ നീ ഇങ്ങനെ ആലോചിക്കുന്ന സിത്താരെ? അല്ല, ഇവിടെ എത്തിയതല്ലേ ഉള്ളൂ, ഓരോരുത്തരെയും മനസ്സിലാക്കാൻ ഞാനിങ്ങനെ നിന്നതാണെന്ന് പറയുമ്പോൾ, ആ ഇതാണോ, ഇത് ഞാനിപ്പോൾ പറയാൻ വിട്ടുപോയി, ഇത് നമ്മുടെ അനിയുടെ ഭാര്യ അനാമികയാണ്. ഓ അങ്ങനെയാണോ, ഇവൾ അനിയുടെ ഭാര്യയാണോ? ആ അതെ എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ എന്താ ഇവരിങ്ങനെ ചോദിക്കുന്നു എന്നുള്ള ലെവലിൽ അനാമിക ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ. എന്നാൽ ഈ സമയം എവിടെ നിൻ്റെ മരുമകളെ കണ്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ അതൊന്നും ദേവയാനി കേട്ടതായിട്ട് ഭാവിക്കില്ല. കാരണം ദേവയാനിക്ക് ഒട്ടും എൻ്റെ മരുമകൾ എന്ന് പറഞ്ഞ് നയനയെ കാണിച്ചു കൊടുക്കുന്നു ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ദേവയാനി കാണിച്ചു കൊടുക്കൂല്ല കേട്ടോ. എന്നാൽ ഈ സമയം മുത്തശ്ശൻ സിത്താരെ ഒത്തിരി നാളായി ഇങ്ങോട്ടേക്ക് വന്ന് എന്താ വിശേഷിച്ച്? അപ്പോൾ ദേവ ഒന്നും പറഞ്ഞില്ലേ? എൻ്റെ മകൻ്റെ കല്യാണമാണ്, കല്യാണം ക്ഷണിക്കാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന ആ സന്തോഷ വാർത്ത ഇങ്ങനെ ദേവ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് സിത്താര മുത്തശ്ശനോട് പറയാൻ കേട്ടോ. ആഹാ, അത് നന്നായി, എന്തായാലും എല്ലാവർക്കും ഒരുമിച്ച് കൂടാനുള്ള ആ ഒരു അവസരം അത് നന്നായി എന്നൊക്കെ മുത്തശ്ശൻ പറയാണ്. പിന്നീടാണെങ്കിലോ അങ്ങോട്ടേക്ക് ഇങ്ങനെ നയന ഇങ്ങനെ കയറി വരുന്നുണ്ടാവും കേട്ടോ. നയനയാണെങ്കിലോ എന്നും അനന്തപുരിക്ക് ചേരാത്ത ഡ്രസ്സാണല്ലോ ഇടുന്നത്. ആഡംബര വസ്തുക്കളോട് കൂടിയിട്ടുള്ള ആ നടത്തമൊന്നും നയനക്കില്ലല്ലോ, സാധാ വേഷത്തിൽ. അതാണല്ലോ നയനയുടെ ആ ഒരു ശീലം. അങ്ങനെ നയന അങ്ങോട്ടേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ ഇവർ വന്നു എന്ന് കാണുമ്പോൾ നയന പെട്ടെന്ന് ജ്യൂസ് എടുത്തിട്ട് സിത്താരയുടെ മുന്നിലോട്ട് വരിക കേട്ടോ. ഇതേ സമയം സിത്താര ആ ജ്യൂസൊക്കെ വാങ്ങി കുടിച്ചിട്ട് സിത്താര ചോദിക്കും, അല്ല ഇതിപ്പോൾ ആരാ, സെർവൻ്റ് ആണോ എന്ന് ചോദിച്ച ഉടനെ തന്നെ ദേവയാൻ ഇങ്ങനെ നയനയെ ദേഷ്യം കൂടി നോക്കണം കേട്ടോ. എന്നാൽ ഈ സമയം കിട്ടിയ അവസരമല്ലേ, അതുകൊണ്ട് തന്നെ അനാമിക പറയാണ്, ആ ഇവള് ഇവിടുത്തെ സെർവൻ്റ് തന്നെയാണ്, ഇവളെ എല്ലാവരും ഇവിടെ സെർവൻ്റ് ആയിട്ടാണ് കണ്ടിരിക്കുന്നത്. അത് കേൾക്കുന്ന വസുന്ധര പറയാണ്, അനാമികയെ വേണ്ടാത്ത സംസാരം വേണ്ട, അത് നിന്നോട് പറഞ്ഞാൽ നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ? അപ്പോഴേക്കും അവിടെ നവ്യ വന്നിട്ട് പറയാണ്, ഇത് സെർവൻ്റ് ഒന്നുമല്ല, ആദർശേട്ടൻ്റെ പെണ്ണാണ്, അതായത് ആദർശേട്ടൻ്റെ ഭാര്യ, ഈ നിൽക്കുന്ന ദേവയാനിയുടെ മരുമകൾ. അത് കേട്ട സിത്താര പറയാണ്, എന്താ
ദേവയാനി, നീ നിന്റെ മരുമകളെ പരിചയപ്പെടുത്തി തരാതെ മോളെ സോറി കേട്ടോ, ഞാൻ അറിയാതെയാണ് നിന്നെ സെർവൻ്റ് എന്ന് വിളിച്ചത്. സെർവൻ്റ് എന്ന് വിളിച്ചത് നിനക്ക് ഇവിടുത്തെ ജോലിക്കാരി എന്ന അർത്ഥത്തിലല്ല. കാരണം ഈ അനന്തപുരിയിൽ എല്ലാവരും ഒരുപാട് കോലങ്ങൾ കെട്ടി നടക്കുന്നവരാണല്ലോ. അപ്പോൾ അക്കാര്യത്തിൽ നീ ഒരു കുറവുണ്ട്, അതാണ് നിന്നെ അങ്ങനെ കണ്ടത് കേട്ടോ എന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല, എനിക്കെന്നെ എങ്ങനെ വിളിച്ചാലും കുഴപ്പമില്ല, എൻ്റെ വില നിശ്ചയിക്കുന്നത് ഞാനല്ലേ എന്ന് നയന പറയുന്നു കേട്ടോ. എന്നാൽ ഈ മറുപടി സിത്താരക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടുകയാണ്. പക്ഷെ ദേവയാനിക്കാണെങ്കിലോ അത് മുഖത്തടിച്ചതുപോലെയുള്ള ഒരു മറുപടിയാണല്ലോ ഇവൾ പറഞ്ഞത് എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ ദേവയാനി ദേഷ്യത്തോടു കൂടി, എടി വന്നവരോട് എങ്ങനെ സംസാരിക്കണമെന്നും നിനക്കറിയില്ലേ എന്നിങ്ങനെ പറഞ്ഞ് നയനയോട് ചൂടാകുമ്പോൾ നയന തൻ്റെ അമ്മയോട് ഒന്നും പറയരുതെന്ന് ആദർശ് പറഞ്ഞ ആ വാക്കുകൊണ്ട് തന്നെ അവിടെ മിണ്ടാതിരിക്കാൻ കേട്ടോ. ഇതേ സമയം നവ്യ പറയും, ദേ ഞാനൊരു കാര്യം പറയട്ടെ വല്യമ്മ ഇവളെ മരുമകൾ എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി കൊടുത്തില്ലല്ലോ. അപ്പോൾ ഇവരത് പറഞ്ഞപ്പോൾ നയന പറഞ്ഞതിൽ എന്താ തെറ്റ്? അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇവർ പറയട്ടെ. അത് കേൾക്കുന്ന സിത്താര പറയണേ ശരിയാണ്, ഈ നവ്യ പറഞ്ഞത് ശരിയാണ്, ഇതാരുടെ ഭാര്യയാണ്? ഇത് അബിയുടെ. ഇവളാള് ചുണക്കുട്ടി തന്നെ, ഇവൾ പറഞ്ഞതാണ് ശരി. കാരണം ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചത് അത്, പക്ഷേ മറുപടി പറഞ്ഞ ഈ കുട്ടിയുടെ ഇതിൽ യാതൊരു തെറ്റുമില്ല ദേവയാനി. കാരണം നിന്റെ അടുത്താണ് തെറ്റ്. നിന്റെ മരുമകൾ എന്ന് പറഞ്ഞ് നീ ഇവളെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നെങ്കിൽ ഇവിടെ എനിക്ക് ഇങ്ങനെ പറയേണ്ടി വന്നിരുന്നില്ല. നീ വന്ന പാടെ അനിയുടെ പെണ്ണാണ് ഇവളെന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു പോലുമില്ല. അപ്പോഴേക്കും നീ അങ്ങ് പറഞ്ഞല്ലോ, അതെന്താ എന്ന് പറയുമ്പോൾ ഇവർക്കെന്താ എന്നോട് ഒരു വന്ന പാടിനെ ഒരു കലിപ്പ്, എന്നാണ് ഇവരെ ഞാൻ കാണിച്ചത് എന്നിങ്ങനെ അനാമിക ചിന്തിക്കുന്നു കേട്ടോ. പക്ഷേ അനാമികക്ക് കഴിഞ്ഞ കഥ മറന്നു പോയിരിക്കുന്നു. കാരണം ഒരു രാജ്യത്തല്ലല്ലോ, പല രാജ്യത്ത് പറന്ന് നടക്കുന്നത് കൊണ്ടും പല രാജ്യത്ത് വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്നത് കൊണ്ട് ഇവരാരെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല കേട്ടോ. എന്നാൽ ഈ സമയം ദേവയാനി പറയണേ, ഇവൾമാരൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും എൻ്റെ അനാമിക മോൾക്കൊപ്പം വരില്ല. അനാമിക മോളെ കണ്ടുപഠിക്കണം. അവരുടെ വീട്ടുകാരും ഇവളും ഒരു സംഭവമാണ് ദേവയാനിയോ ഇങ്ങനെ സിത്താരയോട് പറയണേ കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന സിത്താര, ഇവളാണോ എന്ന് ചോദിക്കുമ്പോൾ നീ എന്താ ഇവളെ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ എന്ന ലെവലിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അനാമിക ഇങ്ങനെ ചൂളുന്നു കേട്ടോ. ഈശ്വര, ഇവരെന്താ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്, എന്താണ് ഇവർ എന്നെ ഇങ്ങനെ ഇതാക്കുന്നത് എന്ന ലെവലിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവർ വന്നത് മുതൽ എന്നെ ഇങ്ങനെ ഒരു പന്തികേടുള്ള നോട്ടൊക്കെ നോക്കുന്നുണ്ടല്ലോ. ഈശ്വര, ഇതെന്താ എന്നിങ്ങനെ അനാമിക ചിന്തിക്കുന്നു കേട്ടോ. എന്നാൽ ഈ സമയം അനാമിക പേടിയോടുകൂടി നിൽക്കുമ്പോൾ അവിടെ ദേവയാനിയോട് സിത്താര പറയണേ, അതെ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, നീയൊന്ന് ഇങ്ങോട്ടേക്ക് വരുമോ? അത് കേൾക്കുന്ന ദേവയാനി പറയാൻ, നീ വന്നതല്ലേ ഉള്ളൂ, ഒന്ന് കുളിച്ചൊക്കെ ശരിയാവുക, കുളിക്കലൊക്കെ പിന്നെ ആവാം, നീ വാ എന്ന് പറഞ്ഞിട്ട് ദേവയാനിയെ വിളിച്ചു കൊണ്ടുപോകണം കേട്ടോ. എന്നിട്ട് ദേവയാനിയോട് പറയാണ്, നിന്റെ മരുമകൾ ആള് സൂപ്പറാണ്, ആള് കില്ലാടിയാണ്. ഞാൻ വരുന്ന വഴിക്ക് എൻ്റെ മകന് സ്വർണ്ണങ്ങളൊക്കെ ഇങ്ങനെ സ്വർണ്ണാഭരണങ്ങളൊക്കെ നിന്റെ ജ്വല്ലറിയിൽ പോയി എടുത്തപ്പോൾ എല്ലാവരും മൂർത്തി ജ്വല്ലറിയുടെ നയനയുടെ ഡിസൈൻ ഇത് കാനഡയിലടക്കം പറയുന്നുണ്ട്. അവരെന്നോട് പലവരും ഈ സ്വർണം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടുന്നൊക്കെ കൊണ്ടുപോകുന്നതിനൊരു കണക്കുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എന്ന് പറയുമ്പോൾ, നീ ഇപ്പോൾ ഇവളുടെ കാര്യം പറയാനാണ് എന്നെ വിളിച്ചത്? അതല്ല, നിന്നോട് വേറൊരു കാര്യം പറയാൻ. എന്ത് കാര്യം? അതെ, ഞാൻ ഇപ്പോൾ ഇവിടെ അനിയുടെ ഭാര്യയെ കണ്ട അനാമികയുണ്ടല്ലോ, അവളെക്കുറിച്ച് നിനക്ക് എന്ത് മതിപ്പാന്ന് തോന്നിയത്? അവളെക്കുറിച്ച് മതിപ്പല്ല, അവളെക്കുറിച്ച് ഒരു ഞെട്ടിപ്പിക്കുന്ന സത്യം നിന്നോട് പറയാനാണ് വന്നത്. അവളൊരു ഫ്രോഡാണെന്ന് പറയണം കേട്ടോ. ദേ, നീ നയനയെ നന്നാക്കാൻ വേണ്ടി വെറുതെ എൻ്റെ അനിയുടെ മരുമകൾ നല്ല തറവാടിയായ ആ പെൺകുട്ടിയെക്കുറിച്ച് കുറ്റം പറയരുത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ ദേവയാനിയോട് സിത്താര പറയണേ, നിങ്ങളുടെ തോന്നൽ മാത്രം ഞാൻ തെളിവ് സഹിതം നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് തൻ്റെ ഭർത്താവിന് വിളിക്കുകയാണ് കേട്ടോ. അതെ, നിങ്ങൾ ആ വേണുവിൻ്റെയും ആ പറയുന്ന ആ മകളുടെയും ഫോട്ടോ അയക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, ഏത് വേണു? ആ ഫ്രോഡ് വേണു ഇല്ലേ എന്ന് പറഞ്ഞിട്ട് തൻ്റെ ഭർത്താവിനോട് ഫോട്ടോ അയക്കാൻ പറയാനിട്ടോ. ഇതേ സമയം വേണുവിനെ പോലീസ് പിടിക്കുന്നതും എന്നാൽ അനാമികയെ ചോദ്യം ചെയ്യുന്നതും മറ്റൊരുത്തനുമായി നിൽക്കുന്നതും ഒക്കെയുള്ള ഫോട്ടോസ് ഇങ്ങനെ ദേവയാനിക്ക് മുന്നിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം കേട്ടോ. ഇത് കാണുന്ന ദേവയാനി, വെറുതെ നീ ഇത് എന്നെ വിശ്വസിപ്പിക്കല്ലേ, ഇത് കള്ളമാണോ, ഇത് സത്യമാണോ എന്നൊക്കെ പറയുമ്പോൾ, ഇത് സത്യമാണ്. ഈ വേണു എന്ന് പറയുന്നവൻ ഇന്നിവിടെ വേണു ആണെങ്കിൽ വേറൊരു രാജ്യത്ത് വേറൊരു പേരിലാണ് നടക്കുന്നത്. ഇവന് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരാളുടെ മകളെ കല്യാണം കഴിച്ച് നല്ല സമ്പന്നമായ കുടുംബമാണ്. അവരെ ഇവൾ വളച്ചെടുത്ത് ഈ അനാമിക എന്ന് പറയുന്ന ഈ പെണ്ണ് ഇവിടുത്തെ മകനെ വളച്ചെടുത്തതുപോലെ തന്നെ നിങ്ങൾ അങ്ങോട്ടൊക്കെ ചെന്ന് കല്യാണം ആലോചിച്ചൊന്നുമല്ലല്ലോ, അല്ല അവൾ ഇങ്ങോട്ടേക്ക് വന്ന അതുപോലെ തന്നെ അവിടെയും ചെയ്തത്. എന്നിട്ട് അവരുടെ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റി പോയതാണ്. പിന്നെ ഞങ്ങളും ഇവരുടെ കുടുക്കിലായി. ഞങ്ങളുടെ വീട് ഇവൾക്ക് വാടകയ്ക്ക് കൊടുത്തിട്ട് ലക്ഷങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് പോയ കൂട്ടങ്ങളാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ ദേവയാനി. എന്താ ഈ പറയുന്നത്? എൻ്റെ അനിയുടെ പെണ്ണ് അനാമിക ഇത്രയും വലിയൊരു ഫ്രോഡായിരുന്നോ? ആ ദേവയാനി ഇനി
നിനക്ക് ഞാൻ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ നീ ഒരു പണി ചെയ്തേക്ക്. ഇവളുടെ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടി ഇവളുടെ ബന്ധുക്കാരെ കുറച്ച് കൂട്ടങ്ങളുണ്ട്, അവരുടെയൊക്കെ ഫോൺ നമ്പർ വേണമെങ്കിൽ അത് തരാം, അല്ലെങ്കിൽ ഇവരുടെ പരിസരത്ത് തന്നെ ഇവരെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ച് നോക്ക്, നിനക്ക് സത്യങ്ങൾ അറിയാൻ പറ്റുമെന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന ദേവയാനി, ഈശ്വര, ഇവളെപ്പോലെ ഒരു താടകയാണല്ലോ ഞാൻ എൻ്റെ മരുമകളെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കയ്യിൽ പിടിച്ച് നിന്നത്, വേണ്ടായിരുന്നു എന്ന കുറ്റബോധത്തോടു കൂടി ദേവയാനി ഇങ്ങനെ നിൽക്കണം കേട്ടോ. ഇനിയാണ് ദേവയാനിയുടെ യഥാർത്ഥ മുഖം അനാമിക കാണാനിരിക്കുന്നത്. അനാമിക ഇനി ദേവയാനി എന്തെന്ന് തിരിച്ചറിയാനിരിക്കുന്ന നാളുകളും ഈ പറയുന്ന നയനയെ കൂട്ടിപ്പിടിക്കുന്ന നാളുകളുമാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.